നമ്മൾ കർബല യുദ്ധത്തിൻ്റെ 3-ാം ഭാഗത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. നേരത്തെ നമ്മൾ ഹവാരിജികളെ കുറിച്ച് പ്രതിപാദിച്ചിരുന്നു. ഹവാരിജികൾ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകാനുള്ള സാഹചര്യങ്ങളും അതൊരു യുദ്ധത്തിലേക്ക് കലാശിക്കുന്നതും ഒക്കെ നാം ചർച്ച ചെയ്തിരുന്നു. അങ്ങനെ നാം ഇബ്നു മുൽജത്തിനെ കുറിച്ചും ചർച്ച ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഹവാരിജിനെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ പ്രവാചകൻ പറഞ്ഞതായി അഹമ്മദ് ബിൻ ഹംബലിൻ്റെ മുസ്നദ് അഹമ്മദിലൊക്കെ വന്ന ഒരു ഹദീസാണ്. മുൻകഴിഞ്ഞവരിൽ ഏറ്റവും നിർഭാഗ്യവാനായ വ്യക്തി അത് സാലിഹ് നബിയുടെ ഒട്ടകത്തെ കൊന്നവനാണ്. ശേഷം ഏറ്റവും നിർഭാഗ്യവാനായ വ്യക്തി അലി റളിയല്ലാഹു അൻഹുവിനെ വധിച്ചവനാണ് എന്ന ആശയം വരുന്ന ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. പ്രവാചകൻ ഇങ്ങനെ വരാനിരിക്കുന്ന ചില ഫിത്നകളെക്കുറിച്ച് ഒരു പ്രവചനം എന്നോണം അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. ശ്രദ്ധേയമായി അതിൻ്റെ അകത്ത് പ്രവാചകൻ പറയുന്ന അബൂ തുറാബ് എന്ന വിളിച്ച് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹുവോട് ഈ ചരിത്രത്തിലെ ഏറ്റവും നിർഭാഗ്യമായ ഈ 2 വ്യക്തികളെക്കുറിച്ചുള്ള കാര്യം പ്രവാചകൻ പറയുന്നത്. അത് സാലിഹിൻ്റെ ഒട്ടകത്തെ അറുത്തവനും രണ്ടാമൻ അലി റളിയല്ലാഹു അൻഹുവിനെ വെട്ടി താടി രക്തത്താൽ മുക്കുന്നവനുമായിരിക്കുമെന്ന് പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞിരുന്നു. മറ്റ് ഫിത്നകൾ, അതായത് എനിക്ക് ശേഷം നീ വളരെയധികം പ്രയാസങ്ങൾ നേരിടുന്നതാണ്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആ പ്രയാസം എനിക്ക് ദീനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുന്ന പ്രയാസമാണോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ദീനിൽ നിനക്ക് പ്രശ്നമുണ്ടാക്കുന്നതല്ല, അല്ലാത്ത നിരവധി പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നിനക്ക് നേരിടേണ്ടി വരും അലിയേ എന്ന് പറയുകയുണ്ടായി. അതിൽ ഒന്നാമത്തെ ഒരു സംഭവമാണ് ഈ ജമൽ യുദ്ധം. ജമൽ യുദ്ധം നമുക്കറിയാം, ഈ മുസ്ലിമീങ്ങൾ തമ്മിലുണ്ടായ യുദ്ധമാണ് ജമൽ സിഫീൻ യുദ്ധങ്ങളെല്ലാം. ആ യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹു അതീവ ദുഃഖിതനായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങനെ പറയുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു, നിൻ്റെ പിതാവ് 20 വർഷം മുമ്പ് മരിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ അതൊരു അങ്ങനെ വൈകാരികമായി ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. കാര്യങ്ങൾ ഇത്രയും സങ്കീർണമാകുമെന്ന് താൻ കരുതിയിരുന്നില്ല എന്ന് അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നത്, ഞാൻ ഇതിലേക്ക് പ്രവേശിക്കരുത്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെടരുതെന്ന് ഞാൻ പിതാവെ അങ്ങയോട് പറഞ്ഞിരുന്നില്ലേ എന്ന് ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നത്. ഹസൻ റളിയല്ലാഹു അൻഹു ഇതിനെ തൊട്ട് അലി റളിയല്ലാഹു അൻഹുവിനെ വളരെയധികം ഉപദേശിച്ചിരുന്നതായും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഏതായാലും സിഫീൻ യുദ്ധവും ജമൽ യുദ്ധവും ഒക്കെ നടന്നുപോയി. അതിനുശേഷം ഐഷാ ബീബി റളിയല്ലാഹു അൻഹു, പിന്നീട് ഐഷാ ബീബി റളിയല്ലാഹു അൻഹുമായിട്ടാണ് ഈ ജമൽ യുദ്ധമൊക്കെ നടക്കുന്നത്. ഐഷാ ബീബി റളിയല്ലാഹു അൻഹു പിന്നീട് വളരെ ഖേദത്തോടു കൂടി പറയുന്നുണ്ട്, ഞാൻ ഈ യുദ്ധത്തിൽ പുറപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എന്ത് നന്നായിരുന്നേനെ എന്ന് ഐഷാ ബീബി റളിയല്ലാഹു അൻഹുവും പറയുന്നുണ്ട്. അങ്ങനെ സഹാബാക്കൾ തമ്മിൽ ഇങ്ങനെയൊരു ചെറിയ പ്രശ്നങ്ങളുണ്ടായെങ്കിലും അതും ഈ ഫിത്നക്കാർ, ഇതിനിടയിൽ കടന്നുകൂടിയ ഫിത്നക്കാർ 2 പേര് തമ്മിൽ ഒരു സമവായ ചർച്ചയ്ക്ക് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് 2 പേര് ആ കൂട്ടത്തിലുള്ള ഫിത്നക്കാർ അമ്പ ചെയ്ത് അവർ യുദ്ധം തുടങ്ങിയെന്ന് തെറ്റിദ്ധരിച്ച് തുടങ്ങിയ യുദ്ധമായിരുന്നു ഈ ജമൽ യുദ്ധമൊക്കെ. അങ്ങനെ ഈ സമുദായത്തിൻ്റെ ഭിന്നതയും ഈ ഖവാരിജികളുടെ ഈ അതിപ്രസരവും പ്രതിബദ്ധതയും എല്ലാം കാരണം അലി റളിയല്ലാഹു അൻഹു ഏറെക്കുറെ വളരെയധികം പ്രയാസപ്പെട്ടിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നുണ്ട്, പടച്ചവനോട് ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുവേ ഞാൻ അവരെ മടുത്തു, അവർ എന്നെയും മടുത്തു എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന സാഹചര്യം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, താൻ ഉടനെ മരണപ്പെടുമെന്ന്, വധിക്കപ്പെടുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഈ നെഹ്ർവാൻ യുദ്ധം നടക്കുന്നത് ഹിജ്റ 38-ലാണ്, അതായത് AD 658. അതിന് ശേഷം ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞ് ഹിജ്റ 40, അതായത് AD 661-ലാണ് അലി റളിയല്ലാഹു അൻഹു ദാരുണമായി കൊല്ലപ്പെടുന്നത്. അതിൽ പ്രധാനമായും ഗൂഢാലോചന നടത്തിയത് 3 പേരാണ്. ഈ നെഹ്ർവാൻ യുദ്ധത്തിൽ
ഖവാരിജികൾക്ക് വലിയ തിരിച്ചടി നേരിട്ടു. ഇതിൽ നിന്നും നിരവധി പേര് രക്ഷപ്പെടുകയുണ്ടായി. നെഹ്ർവാൻ യുദ്ധത്തിന് ശേഷം ഒരുപാട് പേര്, നിരവധി ആളുകൾ, നിരവധിയായിട്ടുള്ള ഖവാരിജികൾ മക്കയിലേക്ക് പോയി. അവിടെ അവർ പുണ്യസ്ഥലമായ മക്കയിൽ പതിവായി രാഷ്ട്രീയ യോഗങ്ങളിൽ ചേരുക, അല്ലെങ്കിൽ ഈ നെഹ്ർവാനിൽ വീണുപോയ തങ്ങളുടെ ബന്ധുക്കളോട് പ്രതികാരം ചെയ്യാനുള്ള ഈ പദ്ധതികളെല്ലാം ഈ നെഹ്ർവാൻ യുദ്ധത്തിൽ പരാജയപ്പെട്ട ഈ ഖവാരിജി ആളുകൾ, അതായത് അതിതീവ്ര സ്വഭാവക്കാരായിട്ടുള്ള ഈ ഖവാരിജി ആശയക്കാർ വളരെയധികം ആസൂത്രണം ചെയ്തു. അങ്ങനെ അവർ അവിടെ വെച്ച് 3 പേര്, അവിടെ നിന്നൊരു 3 പേര് പ്രവാചകൻ്റെ സഹാബാക്കളായ 3 പേരെ വധിക്കാൻ തീരുമാനമെടുക്കുകയാണ്. ആ 3 പേര്, ഒന്നാമത്തെ വ്യക്തി, ആ 3 പേരിൽ ഒന്നാമത്തെ വ്യക്തി ഇബ്നു മുൽജം, അതായത് അബ്ദുൾ റഹ്മാൻ ഇബ്നു മുൽജം അൽ സാരിമി എന്ന വ്യക്തി അലി റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ തീരുമാനമെടുക്കുന്നു. അംർ ഇബ്നു ബക്കർ അൽ തമീമി അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ തീരുമാനമെടുക്കുന്നു. അതുപോലെ ബർക്ക് ഇബ്നു അബ്ദുള്ള എന്നയാൾ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ അങ്ങനെ തീരുമാനമെടുക്കുന്നു. അങ്ങനെ നമ്മൾ ഈ ഇബ്നു മുൽജത്തിനെ കുറിച്ച് പറയണം. അതായത് അലി റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ നിയോഗിക്കപ്പെട്ട വ്യക്തി, അതായത് ഇബ്നു മുൽജത്തിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അറിയപ്പെടുന്ന ഒരു മുറാദ് ഗോത്രത്തിൽപ്പെട്ട യമനിൽ നിന്നുള്ള നല്ല ഇബാദത്തുള്ള ഒരു ഒരാളായിരുന്നു. അദ്ദേഹം പ്രവാചകൻ്റെ വിയോഗത്തിന് ശേഷം, പ്രവാചകൻ്റെ മരണശേഷം ഇയാൾ മദീനയിലേക്ക് വരികയാണ്. മദീനയിലേക്ക് വന്ന് പ്രസിദ്ധരായ പല സഹാബിമാരുടെയും കീഴിൽ നിന്ന് ഖുർആൻ പഠിക്കുന്നു. അദ്ദേഹം അക്കാലത്ത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകളിലേക്ക് ശിഷ്യത്വം സ്വീകരിച്ചിരുന്ന ഒരാളായിരുന്നു. അങ്ങനെ അക്കാലത്ത് അറിയപ്പെടുന്ന ഒരു ഖുർആൻ പണ്ഡിതനായി അദ്ദേഹം മാറുകയും അങ്ങനെ ഒരു ഖുർആൻ പണ്ഡിതനും ഖുർആൻ അധ്യാപകനുമൊക്കെ അദ്ദേഹം അറിയപ്പെടുകയാണ്. പിന്നെ ഇദ്ദേഹം പിന്നീട് ഈജിപ്തിലേക്ക് പോയി അങ്ങനെ അവിടെ ഖുർആൻ പഠിപ്പിച്ചു. അതായത് താബിഈങ്ങളുടെ കാലഘട്ടത്തിലാണെന്ന് പറയുന്നത്. താബിഈങ്ങളുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരു ഖുർആൻ പണ്ഡിതനായി മാറുകയായിരുന്നു ഇബ്നു മുൽജം. അങ്ങനെ ഇത് ഈജിപ്തിലേക്ക് പോയി. പിന്നീട് അവിടെ നിന്ന് കൂഫയിലേക്ക് തിരികെ വന്നിട്ട് അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യത്തിൽ ചേർന്ന് പിന്നീട് സിഫീൻ യുദ്ധത്തിലൊക്കെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂട്ടത്തിൽ വളരെ കാര്യമായ രീതിയിൽ യുദ്ധം ചെയ്യാൻ ഇബ്നു മുൽജമിന് കഴിഞ്ഞു. പിന്നീടാണ് അതിനുശേഷമാണ് ഈ ഖവാരിജിയാക്കളുടെ കൂടെ കൂടുന്നത്. ഖവാരിജികളുടെ കൂടെ കൂടുന്ന ഹത്താമ എന്ന പെണ്ണിനെ പരിചയപ്പെടുകയും ഹത്താമയിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഹത്താമയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ചില ആളുകൾ അദ്ദേഹത്തെ വിലക്കി. ഹത്താമ ഖവാരിജിയിൽപ്പെട്ട ആളുകളാണ്, അവരെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വിലക്കിയെങ്കിലും അവരെ നാം ആ ഒരു ഐഡിയോളജിയിൽ നിന്ന് മാറ്റും എന്നുള്ള ഒരു രീതിയിലാണ് ഇബ്നു മുൽജം ഹത്താമയെ വിവാഹം കഴിക്കുന്നത്. എന്നാൽ ഇബ്നു മുൽജം പിന്നീട് ഈ ഹത്താമയുടെ കൂടെ കൂടിയ അതിതീവ്ര ഖവാരിജായി മാറുകയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ഇവർ 3 പേര് കൂടി അലി റളിയല്ലാഹു അൻഹുവിനെയും അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും വധിക്കാൻ അങ്ങനെ അവർ തീരുമാനമെടുക്കുന്നു. ഒരു ദുൽഹജ്ജ് മാസം ഇങ്ങനെ അവർ അലി റളിയല്ലാഹു അൻഹുവിനെയും കൊല്ലാനൊക്കെയുള്ള ഗൂഢാലോചനകൾ നടത്തി. അത് ദുൽഹജ്ജ് മാസമാണ് നടക്കുന്നത്. ദുൽഹജ്ജ് മാസം നടന്നതിന് ശേഷം ഏകദേശം 40 ദിവസത്തിന് ശേഷം ഒരു റമദാൻ 17-ന് ഇവരെ 3 പേരെയും സുബഹി നമസ്കാരത്തിൻ്റെ സമയത്ത്, അതായത് സുബഹിയുടെ സമയത്ത് ഇവരെ വധിക്കണം എന്നാണ് ഇവർ തീരുമാനിച്ചത്. അങ്ങനെ അതിനുവേണ്ടി ഇബ്നു മുൽജം അലി റളിയല്ലാഹു അൻഹുവിനെ വധിക്കുന്നതിന് വേണ്ടി 1000 ദിർഹം ചെലവിട്ട് ഇരുതല മൂർച്ചയുള്ള ഒരു കടാര വാങ്ങി. എന്നിട്ടൊരു 1000 ദിർഹം കൂടി ചെലവിട്ട് അതിനൊരു വിഷം പുരട്ടാൻ നൽകി. അങ്ങനെ മൊത്തം 2000 ദിർഹം നൽകി. 2000 ദിർഹം നൽകിയിട്ട് ഈ ഇബ്നു മുൽജം എന്ത് ചെയ്തു? അലി റളിയല്ലാഹു അൻഹു വരുന്ന പള്ളിയിൽ കടന്നു വന്ന് അവിടുത്തെ മുൻനിരയിൽ സ്ഥാനം പിടിച്ചു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു രാവിലെ സുബഹി നമസ്കാരത്തിനായി വന്നപ്പോൾ ഇബ്നു മുൽജം ഇനിൽ ഹുക്കുമ മിൻ ഇന്ദില്ല എന്ന് പറഞ്ഞ്
അലി റളിയല്ലാഹു അൻഹുവിനെ വെട്ടുകയായിരുന്നു. അതായത് അധികാരം അള്ളാഹുവിനാണ്, അല്ലാതെ അലിയെ നിനക്കല്ല എന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹുവിനെ വെട്ടുകയായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ വെട്ടി മുറിവേൽപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ശിരസിൽ നിന്നും രക്തം താടിരോമം വഴി ഒഴുകുകയും ചെയ്തു. അങ്ങനെ അവിടെ കൂടിയിരുന്നവരെല്ലാം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വരികയും അലി റളിയല്ലാഹു അൻഹുവിനെ താങ്ങിയെടുക്കുകയും അങ്ങനെ കിടത്തുകയും ചെയ്തു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിനെ പ്രഗത്ഭരായ പല ഭിഷഗ്വരന്മാരും വന്ന് ചികിത്സ ആരംഭിച്ചപ്പോൾ മുറിവിൻ്റെ ആഴവും മറ്റും കൂടുതലായതിനാൽ ചികിത്സ വേണ്ട വിധത്തിൽ ഏൽക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അലി റളിയല്ലാഹു അൻഹു ചികിത്സിച്ച ഭിഷഗ്വരന്മാരിൽ പ്രഗത്ഭനായ ഒരു ഭിഷഗ്വരനായിരുന്നു അതീർ ബിൻ അമീർ അസ്സഖൂനി എന്ന് പറയുന്ന ഒരു ഭിഷഗ്വരൻ. അങ്ങനെ AD 661 ജനുവരി 8 അലി റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നു. അലി റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നതിന് മുമ്പ് അലി റളിയല്ലാഹു അൻഹു തൻ്റെ മക്കളായ ഹസൻ, ഹുസൈൻ, മുഹമ്മദ് ബിൻ ഹനഫിയ എന്നുള്ള തൻ്റെ മക്കളെയെല്ലാം വിളിച്ച് വളരെ വ്യക്തമായ രീതിയിലൊരു വസിയത്ത് നൽകുന്നുണ്ട്. അത് ദീർഘമായ വസിയത്താണ്. അത് ഏകദേശം 3-4 പേജുകളോളമുള്ള ഗ്രന്ഥങ്ങളിൽ കാണപ്പെടുന്ന വലിയൊരു വസിയത്താണ്. അത് വളരെ ഹൃദയസ്പർശിയായ ഭയങ്കര ഒരു വസിയത്താണ് അലി റളിയല്ലാഹു അൻഹു നൽകുന്നത്. അതായത് നിങ്ങൾ ഇബ്നു മുൽജത്തിനെ പിടിക്കുകയാണെങ്കിൽ ഞാൻ മരണപ്പെട്ടാൽ മാത്രം ഇബ്നു മുൽജത്തിനെ നിങ്ങൾ വധിക്കുക, അല്ലെങ്കിൽ അവനെ വെറുതെ വിടുക. ഇബ്നു മുൽജത്തിനെ ഞാൻ മരണപ്പെട്ടില്ലെങ്കിൽ ഇബ്നു മുൽജത്തിനുള്ള ശിക്ഷ ഞാൻ തന്നെ വിധിക്കുന്നതാണ്. അഥവാ ഞാൻ മരണപ്പെട്ടാൽ ഇസ്ലാമിക വിധി പ്രകാരമുള്ള ശിക്ഷ അവനെ നടപ്പിലാക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം 2-3 ദിവസം കഴിഞ്ഞ് റമദാൻ 21 അലി റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറയുമ്പോൾ അദ്ദേഹത്തിന് പ്രായം 63 വയസ്സായിരുന്നു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ഖബറടക്കം ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു ഒക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കോട്ടയുടെ പുറത്ത് അദ്ദേഹത്തെ ഖബറടക്കിയെന്നാണ്. ഷിയ വിശ്വാസപ്രകാരം അത് നജഫിലാണ് എന്ന് ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ശേഷം അലി റളിയല്ലാഹു അൻഹു 4 വർഷവും 9 മാസവും അലി റളിയല്ലാഹു അൻഹു ഖിലാഫത്തുണ്ടായിരുന്നു. അദ്ദേഹം 500-ൽ പരം അലി റളിയല്ലാഹു അൻഹു 500-ലധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ഈ രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് ജുന്ദർ ഇബ്നു അബ്ദുള്ള എന്നൊരു സഹാബി അലി റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങയുടെ വിയോഗത്തിൽ അങ്ങ് ഈ മരണപ്പെട്ട ഞങ്ങൾ ഹസൻ ഇബ്നു അലിയെ ഞങ്ങൾ ഖലീഫയായി തീരുമാനിക്കട്ടെ എന്ന് ചോദിക്കുന്നു. അങ്ങയുടെ അസുഖം പെട്ടെന്ന് ഭേദമാകട്ടെ, അങ്ങനെയല്ല നിർഭാഗ്യവശാൽ അങ്ങ് മരണപ്പെട്ടാൽ ഹസൻ ഇബ്നു അലിയെ ഞങ്ങൾ ഖലീഫയായി നിയോഗിക്കട്ടെ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പക്ഷേ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ അത് ചെയ്യണം എന്നും അല്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്യരുത് എന്നും ഞാൻ പറയുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഈ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് അലി റളിയല്ലാഹു അൻഹു വസിയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ലോകം നിങ്ങളെ ആഗ്രഹിച്ചാലും നിങ്ങൾ അതിനെ ആഗ്രഹിക്കരുത് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിന് ശേഷം മരണശേഷം ഇബ്നു മുൽജമിനെ പിടിക്കപ്പെട്ടു. പിടിക്കപ്പെട്ടപ്പോൾ ഇബ്നു മുൽജം പറയുന്നുണ്ട്, എനിക്ക് ഹസനെ ഒന്ന് കാണണം, ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് കാണണം. അങ്ങനെ പറഞ്ഞതനുസരിച്ച് ഹസൻ റളിയല്ലാഹു അൻഹു ഇബ്നു മുൽജമിനെ കാണാൻ വേണ്ടി വന്നു. ഇബ്നു മുൽജമിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഇബ്നു മുൽജം പറഞ്ഞു, എന്നെ ഇവിടെ നിന്നും ഒന്ന് പോകാൻ അനുവദിക്കണം, കാരണം എനിക്ക് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലണം, വധിക്കണം, അതിനുവേണ്ടി എന്നെ വിടണമെന്ന് പറയുന്നുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഈ വന്ന 3 ഗൂഢാലോചന നടത്തിയ 3 പേർക്ക് വധിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്തെന്ന് വെച്ചാൽ, അതായത് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ ഏർപ്പാടാക്കിയിരുന്ന ആൾ ബർക്ക് ഇബ്നു അബ്ദുള്ള എന്ന വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ അംർ ഇബ്നു ആസിനെ വധിക്കാൻ ഏർപ്പാടാക്കിയിരുന്നത് അംർ ഇബ്നു ബക്കർ അൽ തമീമി എന്ന ഒരു വ്യക്തിയുമായിരുന്നു. അങ്ങനെ അംർ ഇബ്നു ബക്കർ അൽ തമീമി അംർ ഇബ്നു ആസിനെ വധിക്കാൻ എത്തപ്പെടുമ്പോൾ അന്ന് സുബഹി നമസ്കാരത്തിന് എത്തപ്പെടാൻ സാധിക്കാതെ അംർ ഇബ്നു ആസിന് വയറ് സംബന്ധമായ രോഗം പിടിപെട്ട് അന്ന് സുബഹിക്ക് എത്തപ്പെടാൻ കഴിഞ്ഞില്ല. ആ സാഹചര്യത്തിൽ വേറൊരു സഹാബിയാണ്, ഹാരിസ എന്ന സഹാബിയാണ്
അവിടേക്ക് അയച്ചത്. അംർ ബിൻ ബക്കർ അൽ തമീമി ഇത് അംർ ബിൻ ആസാണെന്ന് തെറ്റിദ്ധരിച്ച് ഹാരിസയെ വധിക്കുകയും ഹാരിസ റളിയല്ലാഹു വധിക്കുകയും ശേഷം അവിടെയുള്ള ആളുകൾ അംർ ബിൻ ബക്കർ അൽ തമീമി പിടികൂടുകയും അദ്ദേഹത്തെ വധിച്ചു കളയുകയുമാണ് ചെയ്തത്. ബറക്ക് ബിൻ അബ്ദുള്ള മുആവിയ റളിയല്ലാഹുവിനെ വധിക്കാൻ ഡമാസ്കസിലേക്ക് കടന്നു ചെല്ലുകയും ഡമാസ്കസിൽ അനേകം അംഗരക്ഷകരുടെ പിൻബലത്തിലാണ് മുആവിയ റളിയല്ലാഹു കഴിഞ്ഞിരുന്നതിനാൽ അംഗരക്ഷകർ ബറക്ക് ബിൻ അബ്ദുള്ളയെ പിടികൂടുകയും അങ്ങനെ ബറക്ക് ബിൻ അബ്ദുള്ളയെ വധിച്ചു കളയുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇബ്നു മുൽജം പറയുന്നത്, മുആവിയയെ വധിക്കപ്പെട്ടിട്ടില്ല, അതിനാൽ എന്നെ പറഞ്ഞു വിടണം, എനിക്ക് മുആവിയയെ വധിക്കണം എന്ന് അപ്പോൾ ഇബ്നു മുൽജം പറയുകയാണ്. അപ്പോൾ അവരുടെ അത്രമേൽ തീവ്രമായ ഒരാശയമായിരുന്നു അവരെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ ഹവാരിജ എന്നവരുടെ ആശയം അത്ര തീവ്രമായിരുന്നു. അങ്ങനെ ഇബ്നു മുൽജത്തിൻ്റെ ആ ആവശ്യമൊക്കെ നിരസിക്കുകയും അങ്ങനെ ഇബ്നു മുൽജത്തിനെ വധിക്കാനായി ഏർപ്പാടാക്കുകയും ചെയ്യുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ഇബ്നു മുൽജത്തിനെ ഇരുത്തിയിട്ട് ഇബ്നു മുൽജത്തിൻ്റെ കണ്ണുകൾ ആദ്യം ചൂഴ്ന്നെടുത്തു. ഇബ്നു മുൽജത്തിന് യാതൊരുവിധ ഭാവഭേദങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അദ്ദേഹത്തിന് മറ്റൊരു അവയവം മുറിക്കപ്പെട്ടു. അപ്പോഴും ഇബ്നു മുൽജം ശാന്തമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് നാക്ക് മുറിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്നൊന്ന് വിറങ്ങലിച്ചു, വിയർത്തു, എതിർത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇബ്നു മുൽജത്തിനോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ എതിർക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, ഈ നാക്ക് മുറിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ എന്താണ് പേടിക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ഇബ്നു മുൽജം പറഞ്ഞു, ഒരിക്കലും ഞാൻ ഭയപ്പെടുകയില്ല, കാരണം അള്ളാഹുവിന് ദിക്ർ ചെയ്തുകൊണ്ടിരുന്ന നാക്കാണിത്. നിങ്ങളെൻ്റെ നാക്ക് മുറിച്ച് കളഞ്ഞാൽ ഞാൻ വധിക്കപ്പെടുന്നതിന് അല്പസമയത്തേക്ക് എനിക്ക് ദിക്ർ ചെയ്യാൻ കഴിയില്ലല്ലോ എന്നാണ് പറഞ്ഞത്. കാരണം പ്രവാചകൻ പറഞ്ഞ ഹദീസുകൾ എത്രയോ സംഭവ്യമായ പ്രവചനമായിരുന്നു പ്രവാചകൻ പറഞ്ഞത്. കാരണം അവരുടെ നമസ്കാരങ്ങൾ കണ്ടാൽ നിങ്ങളുടെ നമസ്കാരങ്ങൾ ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് തോന്നും. അവരുടെ ഖുർആൻ ഓതൽ കണ്ടാൽ നിങ്ങളുടെ ഖുർആൻ പാരായണം ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് തോന്നും എന്ന രീതിയിലായിരുന്നു എന്ന്. അതായത് ഈ ഖവാരിജികളെക്കുറിച്ച് അത്ര വ്യക്തമായാണ് പ്രവാചകൻ പറഞ്ഞത്. കൂടാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇക്കൂട്ടരെ ഞാൻ കണ്ടുമുട്ടിയാൽ ആദ്യ സമുദായത്തെ നശിപ്പിച്ചതുപോലെ ഞാൻ ഇവരെ നശിപ്പിക്കുമെന്നും പറയുന്ന ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീവ്രവാദ